ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഒരു വിഷയത്തെപ്പറ്റി കുറേ കാലമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യണം. എങ്ങനെ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇടയിൽ ടീനേജ് പ്രായമായ ഒരുപാട് കുട്ടികൾ, നല്ല വിദ്യാസമ്പന്നരായ രക്ഷകർത്താക്കളുള്ള ഒരുപാട് കുട്ടികൾ, നല്ല മാർക്കുകൾ, സർട്ടിഫിക്കറ്റുകളിൽ ഫുൾ മാർക്കുകൾ, ഒരു മാർക്ക് പോലും കുറയാതെ ഫുൾ മാർക്കുകൾ മാത്രം വാങ്ങി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ. അതിൽ ഒരു പരിധിയിലേറെ വരെ കുട്ടികൾ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാൻ കഴിയത്തില്ലാതെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരൻസ്, അതായത് നല്ല പഠിപ്പും വിവരവും നല്ല സ്റ്റാൻഡേർഡുള്ള പേരൻസിൻ്റെ കുട്ടികൾ പെട്ടെന്നുള്ള ഒരു കാര്യത്തിൽ ആത്മഹത്യ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ ഇടയ്ക്കും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. അന്നും ഞാൻ ഇതുപോലെ കുറേ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലും നമ്മൾ ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളിടയിൽ ജീവിച്ചും നമ്മൾ ഇത്രയൊക്കെ ജീവിച്ച് വന്നിട്ടും നമുക്കൊരിക്കൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ തരണം ചെയ്താണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഈ കുട്ടികളുടെ ആത്മഹത്യയെപ്പറ്റി എൻ്റെ ബുദ്ധി തോന്നിയ കാര്യം, എൻ്റെ ചിന്തകളിൽ വന്ന കാര്യം എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ അതിനകത്തൊന്ന് ആലോചിച്ച് എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്തോ അങ്ങനെ ആ കുട്ടികൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഉത്തരം ഞാൻ കുറേ കാലമായിട്ട് ആലോചിച്ച് കിട്ടിയതാണ്. നിങ്ങൾക്കത് വേണേൽ തള്ളിക്കളയാം, സ്വീകരിക്കാം, എന്തും ആകാം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മളൊരു കുഞ്ഞിനോട് കടൽ കാണാൻ പോയപ്പോൾ കടൽ കണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഉത്തരം പറയും, കടൽ കണ്ടു അല്ലേ? പക്ഷെ അവൻ ഒരിക്കലും കടൽ കണ്ടിട്ടില്ല. അവൻ കണ്ടതെന്നതാണ്? കടൽ തീരവും കടലിലെ തിരമാലകളും അല്ലെങ്കിൽ കടലിലെ ഓളങ്ങളും മാത്രമാണ് അവൻ കണ്ടത്. അവൻ ഒരിക്കലും കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ അവന് കടലിൽ വലിയ മീനുണ്ടെന്നറിയാം, കടലിനടിയിൽ മുത്തുച്ചിപ്പികളുണ്ടെന്നറിയാം, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കടലിനടിയിൽ ഉണ്ടെന്നറിയാം. പക്ഷേ ഇതെല്ലാം അവൻ്റെ അറിവ് എങ്ങനെയാണ്? മുതിർന്നവരുടെ കഥകളിലൂടെയും വാക്കുകളിലൂടെയും മാത്രമാണ് അവൻ ആ കടൽ കണ്ടേക്കുന്നത്. ഒരിക്കലും അവൻ ആ കടലിൻ്റെ ആഴങ്ങളിൽ എത്തിയിട്ടില്ല. ആ എത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ കടൽ കണ്ടു എന്ന് പറയും. ബട്ട് ഒരിക്കലും അവൻ ആ കടൽ കണ്ടിട്ടില്ല. ഒരു തോണി തുഴഞ്ഞു പോകുന്നവന് കടലിൻ്റെ അക്കരെ എത്താൻ വളരെ പ്രയാസമാണ്. ഒരു ബോട്ടിൽ പോകുന്നവൻ കുറേ താമസിച്ചാണെങ്കിലും അവന് കടലിൻ്റെ അക്കരെ എത്താനായിട്ട് ചിലപ്പോൾ സാധിക്കും, ചിലപ്പോൾ അത് സാധിക്കാറില്ല. ബട്ട് ഒരു കപ്പലിലാണെങ്കിൽ ആ കപ്പൽത്താൻ അറിയാം ആ കടലിന് അക്കരയുണ്ട്. അപ്പം അയാൾ എന്ത് ചെയ്യും? ആ കപ്പൽ കടലിൻ്റെ അക്കരെ എത്തിക്കും അല്ലേ? ആ തോണിയിൽ പോകുന്നവന് അവൻ പറ്റുന്ന രീതിയിൽ തുഴഞ്ഞ് അവൻ്റെ കൈകളും മടുത്ത് കഴിയുമ്പോൾ അവൻ പോയി ആ ഒരു അല്പം മീനും പിടിച്ചുകൊണ്ട് അവൻ തീരത്തെത്തും. കടലിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ പോകാറില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ജീവിതം എന്താണെന്ന് ഒരിക്കലും അറിയുന്നില്ല. നമുക്കുണ്ടായ അനുഭവം നമ്മൾ കുട്ടികൾക്കുണ്ടാവരുതേ എന്നോർത്താണ് ഓരോ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാനതാണ് എൻ്റെ അനുഭവം എൻ്റെ കുട്ടിക്കുണ്ടാകരുതെന്ന് തീർച്ചയായും ഞാൻ കരുതും. എന്നിരുന്നാൽ കൂടിയും അതിനൊരു മറുവശം ഉണ്ടെന്ന് കൂടി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ശരിക്കു പറഞ്ഞാൽ അവരെ എല്ലാ സാഹചര്യങ്ങളോടും പൊരുതാൻ പഠിപ്പിക്കണം. പുസ്തകത്താളിലെ അക്ഷരങ്ങളിലൂടെ മാത്രമാകരുതൊരു കുട്ടിയുടെ ജീവിതം. നമ്മുടെ കഷ്ടപ്പാട്, അത് നമുക്കുണ്ടാകുന്ന ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുതെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു രക്ഷകർത്താവാണെങ്കിൽ ഒരു കാരണവശാലും പുസ്തകത്തിലെ പുസ്തകപ്പുഴുവായി മാത്രം ജീവിക്കാൻ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വിടരുത്. അവനെ ജീവിതം എന്തെന്നും കൂടെ പഠിപ്പിക്കണം.
മാർക്ക് എന്തു ആയിക്കോട്ടെ, ഫുൾ മാർക്ക് മേടിച്ചോട്ടെ, പക്ഷെ അവൻ ജീവിതത്തിൽ തോറ്റുപോയാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ഒരിക്കലും അവൻ അവിടെ ജയിക്കുന്നില്ല. അവനൊരു ജീവിതം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെപ്പറ്റി നമുക്ക് ഒരിക്കലും ലൈഫിൽ നമുക്ക് അത് പ്രാബല്യത്തിൽ വരത്തില്ല. നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നു, നമ്മൾ കഞ്ഞിയും കറിയും വെക്കണമെങ്കിൽ സാമൂഹ്യശാസ്ത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അരി വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യണം. ആ തൊഴിൽ ചെയ്യാൻ പോകണമെങ്കിലും നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങളല്ല. ആ തൊഴിലിനെ എന്താണ് സംബന്ധിച്ച് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കല്ലുപണിക്കാരന് ഒരു കാരണവശാലും പുസ്തകത്തിൽ കാണില്ല കല്ലിങ്ങനെ വെട്ടണമെന്ന്. ഉണ്ടോ? അത് ചെയ്താൽ മാത്രമേ കല്ലിങ്ങനെ. ഒരു ശില്പം കൊത്തുന്ന ശില്പിക്ക് ഒരു കല്ലിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അവൻ്റെ മനസ്സിൽ ഏത് ഐഡിയയാണോ ആ ഐഡിയയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള രൂപം എന്താണോ ഒരു കല്ലിൽ അവന് കൊത്തിയെടുക്കാൻ സാധിക്കും. ഇല്ലേ? എന്തുകൊണ്ടാണ്? അവൻ ആ മനസ്സിൽ ആ കല്ലിനുള്ള രൂപം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പഠനത്തോടൊപ്പവും നമ്മുടെ ജീവിതത്തോടൊപ്പവും നമ്മൾ എന്ത് പ്രതിസന്ധികളും, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെന്നും നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിലൂടെ അവരെ ജീവിതത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിപ്പിക്കണം. പുസ്തകങ്ങൾ പഠിച്ചോട്ടെ, ഒരു വശത്തൂടെ അത് നടന്നോട്ടെ, പക്ഷേ അവരെ നല്ല മനുഷ്യനാക്കി വളർത്താൻ പഠിപ്പിക്കണം. സമൂഹം എന്തെന്ന് പഠിപ്പിക്കണം. മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. ഒരു ബുദ്ധി കുറഞ്ഞ കുട്ടിയെ കാണുമ്പം ബുദ്ധി കൂടിയവരും അഹങ്കാരികളുമായവർ പറയുന്ന കാരണം അവൻ മണ്ടനാണ്. അത് ഏറ്റവും വലിയ തെറ്റ്. അവൻ മണ്ടനായതുകൊണ്ടല്ല, അവന് അവരെക്കാളും ഒരല്പം ബുദ്ധി കുറവുണ്ട്. അവനെ മണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എന്തേരെയാണെന്ന് വിളിക്കുന്നവൻ ചിന്തിക്കുന്നില്ല. അത് കേൾക്കുന്ന രക്ഷകർത്താക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. മറിച്ച് അത് പറയരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന യഥാർത്ഥ രക്ഷകർത്താവാണ് യഥാർത്ഥ രക്ഷകർത്താവ്. കാരണം ആ കുട്ടിയും സമൂഹത്തിൽ ജനിച്ചു ജീവിക്കേണ്ടതാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളെ മനുഷ്യത്വം എന്താണെന്നും നല്ല മനുഷ്യനാക്കിയും വളർത്താനും പ്രതിസന്ധികൾ തരണം ചെയ്യാനും നമ്മൾ ജീവിതം എന്താണെന്നും അവരെ പഠിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ജീവിതമാകരുത്. അവരെ ഓരോ പ്രവൃത്തികളിലൂടെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയും അവരെ ജീവിതം എന്തെന്ന് പഠിപ്പിക്കണം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളും വലിയ 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 ആൾക്കാരായി തീർന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് സ്വന്തം കാലിൽ എപ്പം നിൽക്കാൻ വരുന്നു അപ്പോഴേ നിങ്ങൾ ജീവിതം എന്തെന്ന് പഠിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ആ കാര്യം പറയാം. എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ പുസ്തകത്തിലെ അക്ഷരങ്ങൾ അപ്പാടെ കാണാപ്പാടം പഠിച്ച് മാർക്കുകൾ വാങ്ങിച്ച് കൂട്ടി തലയ്ക്ക് വെക്കുന്നതിൽ നല്ലത് ഒരു പേരൻസിനെയോ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക, സമൂഹത്തിൽ ഇടപെടാൻ പഠിക്കുക, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെന്നുള്ളത് പഠിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ പോരായ്മകൾ കണ്ടു പഠിക്കുക, സഹായിക്കാൻ പറ്റുന്നതാണ് സഹായിക്കുക, വാക്കുകളിലൂടെ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മളത് ചെയ്യുക. അങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ അറിവുകൾ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാവരും ചോദിക്കും, അമ്മ ഇത്രയും ബോൾഡാണ്, മക്കൾ എന്തുകൊണ്ട് ഇങ്ങനായി? എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ ആ ഒരു സാഹചര്യമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവരുടെ കഴിവെന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഞാനൊരമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നെപ്പോലെ ആക്കണമെന്ന് വിചാരിച്ചാൽ കുട്ടി എന്നെപ്പോലെ ആവുള്ളൂ. കുട്ടിയുടെ ഇഷ്ടം നടക്കില്ല. അതൊക്കെ മനസ്സിലാക്കാൻ ഒരു പേരൻസ് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താക്കൾ മനസ്സിലാക്കി എടുക്കണം. എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയെങ്കിലും നല്ലതായിട്ട് വളരണം. അവരെ പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം വേണ്ട പഠന ക്രമീകരണങ്ങളും ജീവിതത്തിലും ഒക്കെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പഠിപ്പിക്കണം അവരെ. എനിക്കീയിടെ വേദനാജനകമായ ഒരു വലിയൊരു ഉണ്ടായി. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപികയുടെ മകൻ ആത്മഹത്യ ചെയ്തു. അവന് ഫുൾ മാർക്കായിരുന്നു എല്ലാ കാര്യത്തിലും. സ്കൂളിൽ നിന്ന് അവന് ഫുൾ മാർക്ക്, ഒരു മാർക്ക് പോലും കുറയാതെ അവന് ഫുൾ മാർക്ക് മേടിച്ചു. അതും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു കാര്യമാണ്. അപ്പം പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടത്തിൻ്റെ വകയായിട്ട് അവന് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ വരുന്നു.
അങ്ങനെ ആലോചിച്ചാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് തള്ളിക്കളയാം. രണ്ടിലും നമുക്ക് ഓപ്ഷനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.